ഒക്ടോബർ 3 ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാർഡിന്റെ തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. ബെൽജിയത്തിലെ നാമൂർ എന്ന സ്ഥലത്താണ് ജെറാർഡ് ജനിച്ചത്. ഒരു സൈനിക ഉദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് യൗവനത്തിൽ ജെറാർഡിന് ലഭിച്ചത്. 918 ജെറാർഡിനെ ഫ്രഞ്ച് രാജാവിന്റെ അടുക്കിലേക്ക് നാമൂർ പ്രഭു ഒരു സന്ദേശവുമായി അയക്കുകയുണ്ടായി. മധുരപ്രകൃതിയായ ജെറാർഡ് ഏവർക്കും പ്രിയങ്കരനായിരുന്നു. സന്ദേശം രാജാവിന് കൊടുത്ത ശേഷം ഫ്രാൻസിൽ കുറെ നാൾ താമസിക്കാനിടയാകുകയും പ്രാർത്ഥനാപ്രിയനായ ജെറാർഡ് വിശുദ്ധ ഡെന്നീസിന്റെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേരുകയും ചെയ്തു. 11 കൊല്ലം പ്രസ്തുത ആശ്രമത്തിൽ ജെറാർഡ് താമസിച്ചു. അവർ അദ്ദേഹത്തെ പുരോഹിതനാക്കി ഉയർത്തി. പുരോഹിതനായ ശേഷം ജെറാർഡ് സ്വദേശത്തേക്ക് മടങ്ങി. ബ്രോഞ്ഞ് എന്ന സ്ഥലത്ത് സ്വന്തം ഭൂമിയിൽ ഒരാശ്രമം സ്ഥാപിച്ച് 22 കൊല്ലം അതിലെ അധിപനായി താമസിച്ചു. പ്രാശ്ചിത്തവും പ്രാർത്ഥനയും സന്യാസികളിൽ പ്രോത്സാഹിപ്പിക്കാനായി ഫ്ലാൻഡേഴ്സ്, ലൊറൈൻ, ഷാംപെയിൻ എന്നീ സ്ഥലങ്ങളിലെ ആശ്രമങ്ങളിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമം അദ്ദേഹം പ്രചരിപ്പിച്ചു. തൽഫലമായി ബെനഡിക്റ്റൻ സഭയ്ക്ക് അദ്ദേഹത്തിന്റെ സമയം ഒരു വസന്തകാലം തന്നെയായിരുന്നു. കർത്താവിന്റെ ഈ വിശ്വസ്തദാസൻ പ്രാശ്ചിത്തം കൊണ്ടും അധ്വാനം കൊണ്ടും ജീവിതാവസാനം വരെ ജീവിച്ചു. അങ്ങനെ 959 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാർഡെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.